ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പുറത്തു പോവും. അവര് തമ്മില് പല സ്വകാര്യതകളും ഉണ്ടാവും. അത് ചോദിച്ചറിയാൻ നിൽക്കുന്നതേ തൊലിയുളുപ്പില്ലാത്തവരാ. അന്തസ്സുള്ള ഭാര്യയും ഭർത്താവും അവരുടെ ജീവിത രഹസ്യങ്ങൾ മറ്റാരോടും പറയില്ല. അതുകൊണ്ട് വിശാൽ സാറും ഞാനും തമ്മിൽ പുറത്തു പോയിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ അപ്പച്ചി ചെവി വട്ടം പിടിക്കണ്ട. അത് അപ്പച്ചിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവും എനിക്കില്ല. വിശാലിനെ ഇപ്പൊ കൈ കിട്ടിയപ്പോ പാർവതിക്ക് ചില്ലറയൊന്നുമല്ല അഹങ്കാരം. എന്തുപറ്റി ആന്റി? ഇടി ആ പാർവതിയെ എത്രയും പെട്ടെന്ന് ഇവിടെ നടിച്ചിറക്കി പുണ്യാഹം തളിക്കണം. ഇല്ലെങ്കിലേ അവള് കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തും. ആന്റി കാര്യം എന്താന്ന് പറഞ്ഞില്ല. ജാസ്മിനെ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് കെട്ടിയോനും കെട്ടിയോളും കൂടെ പുറത്തു പോയിരിക്കായിരുന്നല്ലോ. തിരികെ വന്നപ്പോ ഞാൻ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ചെന്നതാ. അപ്പൊ അവർക്കത് പിടിച്ചില്ല. ഭാര്യയും ഭർത്താവും ആവുമ്പോ അവര് പലയിടത്തും പോവും, അവർക്കിടയിൽ പലതും നടക്കും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് അവൾ എന്റെ മുഖത്തടിച്ച പോലെ ചോദിക്കുക. ഞാനാണെങ്കിൽ അങ്ങ് അയ്യേന്നായി പോയി. അവരുടെ വിശേഷങ്ങള് ആന്റിക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ആന്റി സംശയിക്കുന്നത് പോലെ അവർക്കിടയിൽ ഒരു ചുക്കും നടന്നിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവരിവിടുന്ന് പുറപ്പെട്ടത് മുതൽ ഒരു നിഴൽ പോലെ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനവരെ ഫോളോ ചെയ്യുന്നത് അവരറിഞ്ഞതേയില്ല. അമ്പടി മിടുക്കി, നീ ആള് കൊള്ളാലോ. അല്ല, നീ എന്തിനാ അവരുടെ പിന്നാലെ പോയത്? അവരുടെ റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനാ? റൊമാൻസ് കണ്ട് എൻജോയ് ചെയ്യാനോ? അത്രയ്ക്ക് കേവലമാണോ ഈ ഞാൻ പോയതേ കൊല്ലാന്. പാർവതിയെ കൊല്ലാൻ. ജാസ്മിൻ, നീ പറയുന്നത് സത്യമാണോ? സുശീലാന്റി, ആന്റിക്ക് ഈ ജാസ്മിനെ ശരിക്കും അറിയില്ല. ആന്റിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും അറിയില്ല. ഒരാളെ കൊല്ലണോന്ന് വിചാരിച്ച ഞാൻ കൊന്നിരിക്കും. അതിന് പേടിയോ മടിയോ ഉള്ളവളല്ല ഈ ജാസ്മിൻ. ഞാനതിന് ട്രൈ ചെയ്തതാ. ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് പാർവതിയുടെ നെറ്റിയിലൊരു തിലകം. ജസ്റ്റ് മിസ്സായി. അവള് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ വിശാല് മടങ്ങി വരുന്നത് പാർവതിയുടെ ഡെഡ് ബോഡിയും കൊണ്ടാവുമായിരുന്നു. സുശീലാന്റി, എന്തുപറ്റി? സുശീലാന്റി പേടിച്ചു പോയോ? അല്ല, നീയേ ഇത്രയ്ക്ക് ടെററാണെന്ന് ഞാൻ കരുതിയില്ല. ആന്റി പേടിക്കണ്ട. എനിക്ക് ശത്രുത പാർവതിയോട് മാത്രമേ ഉള്ളൂ. പിന്നെ ആന്റി എനിക്ക് ചെറിയൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം? പാർവതി അവിടെ കാട്ടിനുള്ളില് ഒരു പാമ്പിന്റെ പുറ്റിൽ നിന്ന് ഒരു താക്കോൽ കൂട്ടം പോലെ എന്തോ ഒന്നെടുത്ത് അവളുടെ സാരത്തുമ്പിൽ കെട്ടുന്നത് ഞാൻ കണ്ടു. പാർവതി, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. എന്ത് തന്നെ ആയാലും അത് കണ്ടുപിടിക്കണം. നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം.
പാർവതി ഒരു പൊട്ടി പെണ്ണായിട്ടാ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ അവളിപ്പോ ആകെ മാറി. നമ്മൾ ഒരടി വെച്ച അവള് 10 അടി വെക്കും. ഇനി അവൾ അടിവെക്കുന്നതേ മരണത്തിലേക്കായിരിക്കും. എനിക്കൊന്ന് പഴച്ചോന്ന് കരുതി അവൾ എന്നേക്കുമായിട്ട് രക്ഷപ്പെടില്ല. അടുത്ത തവണ എനിക്കൊന്നും പിഴക്കില്ല. എന്റെ ബുള്ളറ്റ് അവളുടെ ചങ്ക് തുളച്ചിരിക്കും. നീ എന്തിനാടാ ശേഖരനോട് അങ്ങനെ പെരുമാറിയത്? അയാൾ അന്ധനായതുകൊണ്ട് പ്രശ്നം അതോടെ തീർന്നു. പ്രതാപ, നമുക്ക് അയാളെ സംശയമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായാൽ ഒരുപക്ഷെ അയാളത് പാർവതിയോട് പറയാൻ സാധ്യതയുണ്ട്. പാർവതി അത് വിശാലിനോടും പറയും. അത് കേൾക്കുമ്പോ ചിലപ്പോ വിശാലിന് നമ്മളെ സംശയം തോന്നിയെന്നും വരും. ചേച്ചി, അതിനിപ്പോ ഞാനെന്താ ചെയ്തേ? അയാളുടെ താടി മുടി ഒറിജിനൽ ആണോ എന്ന് തടയി നോക്കി, പിന്നെ കയ്യിൽ തൃശ്ശൂല മുദ്ര ഉണ്ടോന്നും നോക്കി. അത്രയേ ചെയ്തോളൂ. അതൊന്നും ആ കണ്ണാണത്തൊക്കെ മനസ്സിലായി കാണില്ല. ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പെരുമാറേണ്ടതായിരുന്നു. അഥവാ അയാൾ ഇന്ന് നടന്ന കാര്യം പാർവതിയോട് പറഞ്ഞ് വല്ല പ്രശ്നവും ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദി നീയായിരിക്കും. നീ മാത്രമായിരിക്കും. അത് നീ മറക്കണ്ട. അമ്മേ, പാർവതിയെക്കുറിച്ച് ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എന്റെ ധാരണകൾ മുഴുവൻ അബദ്ധമായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അവള് നല്ല മനസ്സുള്ള പെണ്ണ. ഇന്നൊരു സംഭവം ഉണ്ടായി. പാർവതി, അവളുടെ ആ ധൈര്യം കണ്ടിട്ട് ഞാൻ വിസ്മയിച്ചു പോയി. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. പാർവതി പറഞ്ഞതുപോലെ ആ പാമ്പ് അനുസരിച്ചു. ആ പാമ്പ് ആ പുറ്റിനുള്ളിലേക്ക് പോയി. ചാവി കോർത്തൊരു കൊലുസുമായിട്ട് വന്ന് പാർവതി ആ കൊലുസ് അവളുടെ സാരിത്തുമ്പിൽ കെട്ടിവെച്ചു. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ജയസുധ ചേച്ചി പറഞ്ഞിട്ടാണെന്ന് പാർവതി പറഞ്ഞു. ജയ ഇൻസ്പെക്ടറുടെ അനിയത്തിയ. അവള് മരിച്ചുപോയതാ. മരിച്ചുപോയ അവള് പാർവതിയുടെ മുന്നിൽ വരുന്നുണ്ട്. അമ്മയും പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ടും
എന്റെ മുന്നിൽ മാത്രം എന്തുകൊണ്ട് വരുന്നില്ല? പാർവതിക്ക് എങ്ങനെയാ ഈ അമാനുഷികത കിട്ടിയത്? ഇത് ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? വിവാഹം കഴിച്ചോണ്ട് വന്ന വീടല്ലേ? ഇവിടെ നീ എന്തിനാ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്? അത് മോശമല്ലേ? മണിക്കുട്ടൻ എന്താ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഇത്ര ധൃതി? ഞാൻ ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും പോകുന്നില്ല. വിശാൽ സാറും ചേച്ചിയും എന്ന് ഒരു മുറിയിൽ താമസിക്കുന്നോ അന്ന് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്റെ ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുന്ന ആ സുദിനം എന്ന് വരും? അതൊക്കെ നടക്കേണ്ട നേരത്തെ നടന്നോളും. ആ പേരും പറഞ്ഞ് നീ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണ്ട. അതല്ലാതെ നിനക്കിവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. പല്ലവി, നിന്റെ പോക്കത്ര ശരിയല്ല. മണിക്കുട്ടാ, വേണ്ട. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? നിന്നെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചയക്കണം. ഇല്ലെങ്കിൽ നീ പലർക്കും സ്വസ്ഥതക്കേടുണ്ടാക്കും. നീ എന്താടാ ഈ പറയുന്നേ? നിന്റെ മുത്തശ്ശനോട് എത്രയും പെട്ടെന്ന് നിനക്കൊരു ചെറുക്കനെ നോക്കാൻ പറയും. ഏതെങ്കിലും ഒരു അമ്പലവാസി പൂജാരിയെ നിനക്ക് കണ്ടുപിടിച്ചു തരും. പിന്നെ അമ്പലവാസി പൂജാരി, അങ്ങനെ ഒരാൾക്ക് തലനീട്ടി കൊടുക്കാൻ ഈ പല്ലവി കിട്ടില്ല. ഞാനും എന്റെ ചേച്ചിയെ പോലെ ഒരു കോടീശ്വരനെ ആയിരിക്കും വിവാഹം കഴിക്കുക. സർ, ആ ഫയലുകളെല്ലാം ഞാൻ സാറിന്റെ മെയിലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. സാർ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആ ശരി, ഞാനത് നോക്കിക്കോളാം. പിന്നെ നാളത്തെ മീറ്റിംഗിന്റെ കാര്യം എന്തായി? സാറ് പറഞ്ഞതുപോലെ ഞാൻ ആ ക്ലയന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 11 മണിക്ക് മീറ്റിംഗ് ഫിക്സ് ചെയ്താലോ സാർ? ആ ശരി ശരി, 11 മണിക്ക് തന്നെ ഫിക്സ് ചെയ്തോളൂ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ സാർ? ഏയ് ഒന്നുമില്ല, നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി സാർ, താങ്ക് യു, ബൈ. ഓക്കെ ബൈ. ആ പാർവതി, നീ എപ്പോ വന്നു? നീ വന്നാ ഞാൻ അറിഞ്ഞില്ല. ഞാൻ വരുമ്പോ വിശാൽ സാറ് വീഡിയോ ഫോണിലായിരുന്നില്ലേ, അതാ അറിയാതിരുന്നേ. ഞാനേ
ഓഫീസിലെ ചില കാര്യങ്ങൾ വീഡിയോ കോളിലൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അല്ല വിശാൽ സാറേ, സാർ ഇപ്പോ വീഡിയോ ഫോണിൽ സംസാരിച്ചില്ലേ? വീഡിയോ ഫോണല്ല, വീഡിയോ കോൾ. അത് തന്നെ. വീഡിയോ ഫോൺ നമുക്ക് പിന്നെയും കാണാൻ പറ്റുമോ? പിന്നെന്താ, നമ്മള് ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് എപ്പോ വേണമെങ്കിലും നമുക്കത് കാണാൻ പറ്റും. നീ എന്താ ഈ ചിന്തിച്ച് നിൽക്കുന്നത്? അല്ല വിശാൽ സാറേ, അപ്പോ പ്രഭാവതി അമ്മയും പ്രതാപൻ സാറും സംസാരിച്ച ആ വീഡിയോ ഇനി എപ്പോ വേണമെങ്കിലും കാണാം അല്ലേ? നീ എന്താ പറഞ്ഞ? പ്രഭാവതി അമ്മയും പ്രതാപൻ സാറും കൂടി സംസാരിക്കുന്ന വീഡിയോ നീ റെക്കോർഡ് ചെയ്തെന്നോ? ആ, റെക്കോർഡ് ചെയ്തു. ആരാ അത് റെക്കോർഡ് ചെയ്ത്? ആ വീഡിയോയില് അവരെന്താ പറയുന്നത്? പിന്നെ നീ ആ വീഡിയോ കണ്ടോ? ഞാൻ വീഡിയോ കണ്ടു. പക്ഷേ പ്രഭാവതിയമ്മയും പ്രതാപൻ സാറും എന്താ സംസാരിക്കുന്നേന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. അത് റെക്കോർഡ് ചെയ്തത് ആരാ? അത് ജാസ്മിനാ റെക്കോർഡ് ചെയ്തത്. ജാസ്മിൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംതിങ് റോങ്. അതിലെന്തോ ഒരു പന്തികേടുണ്ട്. വിശാൽ സാർ എന്താ അങ്ങനെ പറഞ്ഞേ? നീ വാ, ഞാൻ പറയാം. വിശാൽ സാറിന് എന്തു പറ്റി? ജാസ്മിൻ വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ എന്തോ പന്തികേടുണ്ടെന്ന് പറയുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പോയി നോക്കാം. ഈ ഡിറ്റക്റ്റീവ് ഏജൻസി ഒഫീഷ്യൽ ആണല്ലോ അല്ലേ ചേച്ചി? അങ്ങനെയാ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. അത് 10-25 വർഷത്തിൽ കൂടുതൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഏജൻസിയാണ്. കഴിവില്ലെങ്കിൽ അവരിത്രയും കാലം നിലനിൽക്കൂ. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ മതി. ശേഖര മേനോനെ അവർക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. നീ വാ. ഓ, കണ്ണാണാത്താണോ ശകുനം? പോകുന്ന കാര്യത്തിന് ഫലം ഉണ്ടാവും എന്തോ. വാ പ്രതാപ. ചേടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിങ്ങളൊന്ന് വഴിന്ന് മാറി നിൽക്കുന്നുണ്ടോ? പ്രതാപ, ഇയാളെ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിക്കേ. എങ്ങോട്ടാ നീ വന്നേ? ഒരു വഴിക്കിറങ്ങുമ്പോഴാ കുറുകെ വന്ന് നിൽക്കുന്നേ. ഓ, അകത്താണ് പോയിരിക്കണം. അമ്മേ, അങ്കിൾ ഒന്ന് തന്നെ. നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ. എന്താടാ? പോവാൻ വരട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താ വിശാലേ, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് പറയേണ്ടത് ഇവരാ. എടാ, കുറച്ചു നേരം ആയല്ലോ നീ എന്തോ മനസ്സിൽ വെച്ചിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാതെ കാര്യം എന്താണെന്ന് പറയും. നിങ്ങൾ എന്ത് ഗൂഢാലോചന ഇവിടെ നടത്തുന്നത്? ഗൂഢാലോചനയോ? ഒന്നും അറിയാത്ത പോലെ പെരുമാറരുത്. അമ്മയും അങ്കിളും ചേർന്ന് ഇവിടെ ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നതിന് തെളിവുണ്ട്. കുടുംബത്തിനെതിരെ സംസാരിച്ചെന്നോ? നിനക്കെന്താടാ ബുദ്ധിഭ്രമം ബാധിച്ചോ?
അതോ തലയ്ക്ക് വല്ല വെളിവും പോയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ എന്താ സംസാരിച്ചത് അത് പറ. വിശാലെ, നീ അതില് കിടക്കുന്നു. വിശാൽ, ഇവരെന്ത് സംസാരിച്ചെന്നാ? അത് ഞാൻ കേട്ടിട്ടില്ല. ആ അത് ശരി. കേൾക്കാത്ത കാര്യത്തിനാണോ നീ ഇവരെ ചോദ്യം ചെയ്യുന്നേ? നേരിട്ട് കേട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞത് വാസ്തവം തന്നെയാ. എടാ, എന്തടിസ്ഥാനത്തിലാ ഇത് വാസ്തവം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിച്ചതിന്റെ തെളിവുണ്ടെന്ന്. എങ്കിൽ ആ തെളിവ് കാണിക്ക്. എവിടെയത്? അതെ, അത് ജാസ്മിന്റെ ഫോണിലാ ഉള്ളത്. ജാസ്മിന്റെ ഫോണിലും? അതെ, നിങ്ങൾ സംസാരിക്കുന്നത് ജാസ്മിൻ രഹസ്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.